മാഡം എന്താ വരാണ് പറഞ്ഞിട്ട് പയ്യൻ വന്ന് പറഞ്ഞു. അതൊന്നുമില്ല, എനിക്ക് ചെറിയൊരു ഡൗട്ട്, ചെറിയൊരു വിഷമം, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത്. അതൊന്നുമില്ല. ഈ ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞറിയില്ലേ? ഒരു വലിയ മൈതാനം ഉണ്ടാവും, ഗ്രൗണ്ട്. അതിൽ ചില പിള്ളേർ ബോൾ വെച്ചിട്ട് ചവിട്ടിട്ട് അതന്നെ 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 അത് കണ്ടു. അത് 2 ടീമായിട്ട്, ഒരു ടീമിൽ 11 പേരും വേറെ ഒരു ടീമിൽ 11 പേരും, ഇന്ന് 2 ടീമായിട്ട് ജോയിൻ ചെയ്തിട്ട് ആ പന്ത് ചവിട്ടിട്ട് കളിച്ചുകൊണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെന്താ ഡൗട്ട്? അതിലാണ് ഡൗട്ടല്ല എനിക്ക് വിഷമാണ്, മനസ്സിന് വിഷമാണ്. എന്താ വിഷമം? എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഈയിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു മാച്ച് കണ്ടു. അതില് ഒരു ബോൾ വെച്ചിട്ട് 22 പേര് കളിക്കുന്നു ഗ്രൗണ്ടില്. ഇത്ര വലിയൊരു ഗ്രൗണ്ടില് ഒരുത്തൻ അവന്റെ കാലിൽ ചവിട്ടുന്നു, അവന്റെ കാലിൽ ചവിട്ടുന്നു, അവൻ വീഴുന്നു, തലയടിച്ച് വീഴുന്നു, ചിലരെ ആസ്പത്രിക്ക് കൊണ്ടുപോകണു, തലയിൽ അടിപെട്ടിട്ട് എന്തൊക്കെയോ നടക്കുന്നു. ഒരു പന്തിന് വേണ്ടിയിട്ടാണ് അവർ ചണ്ട കളി. അപ്പൊ എന്ത് ഈ ഒരു ബാള് കൊടുത്ത കാരണല്ലേ, ഒരേ ഒരു ബാള് കൊടുത്ത കാരണല്ലേ അവര് തമ്മിൽ ചണ്ട. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു തീരുമാനം എടുത്തു. ഞാൻ അടുത്ത ഇലക്ഷനിൽ നിൽക്കും, മന്ത്രി പദവിക്ക് നിൽക്കും. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? ഈ 22 പേർക്കും ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് 22 ബോൾ വാങ്ങിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അവര് ഗ്രൗണ്ടില് തനിയെ കളിക്കട്ടെ, ഫ്രീ ആയിട്ട് വീഴൊന്നും ചെയ്യാതെ കളിക്കട്ടെ, സന്തോഷമായിട്ട് കളിക്കട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. മാഡം വിഷമിക്കില്ല. ഈ കൊല്ലം മാഡം തന്നെ ഇലക്ഷനിൽ നിൽക്കണം. അതിന് എനിക്ക് വോട്ട് വാങ്ങി തരണം നിങ്ങളെല്ലാം. ഇലക്ഷനിൽ നിൽക്കണം. നമ്മൾ സൈഡ് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞാൽ മാഡത്തിന് വോട്ട് ഇടും. മാഡം ജയിക്കുന്നുണ്ട്. ജയിച്ച ശേഷം ബോൾ മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കണം. ഓക്കെ, അത് ജയിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. നിങ്ങളെല്ലാം ഉള്ളപ്പോ എനിക്ക് എന്താ വിഷമം? അപ്പൊ മാഡം പറഞ്ഞതുപോലെ അത് ഗവണിക്കണ ഒരു രീതി, അതൊക്കെ ഉണ്ട്. ആ രീതിയൊക്കെ എനിക്ക് അറിയാം. ഞാൻ ചെയ്യും. മാഡം വിഷമിക്കാതെ. ഓക്കെ. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ, ബോളിന്റെ വാക്കുണ്ടല്ലോ, അത് ഞാൻ തീർച്ചയായിട്ടും നിറവേറ്റും. ഈ സന്തോഷമാണ് വിഷയം കാര്യമായിട്ട് ഞാൻ പിള്ളേരോട് പറയാം. എല്ലാം റെഡിയാക്കും. ഓക്കെ. നിങ്ങള് പറയുന്നത് കേട്ടാല് ഞാൻ ഈ പ്രാവശ്യം ജയിച്ചത് തന്നെയാണ്. ഇവൻ്റെ കയ്യിൽ നിറയെ ആൾക്കാരുണ്ട്, പിന്നെ നല്ല പിടിപാടുള്ളവനാണ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഇലക്ഷനിൽ നിൽക്കണം, മന്ത്രിയാവും, ബോൾ വാങ്ങും, 22 പേർക്കും കൊടുക്കും, അവർ ഫ്രീ ആയിട്ട് കളിക്കും. അത് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റും.